എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇനി നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വീട്ടിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഹണി പാൻകേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. പാൻകേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാൻകേക്ക് തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയ്ക്ക് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയ്ക്ക് നല്ലവണ്ണം തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലോട്ടേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അതായത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചിട്ടെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരണം. അതുവരെ നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പാൻകേക്കിന്റെ ബാറ്റർ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഒരു പാൻ എടുക്കാം. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ ഒരു ബാറ്ററിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു പാനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെറിയ തോതിലൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക. കൂടുതൽ പ്രസ് ചെയ്ത് പരത്തേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ചെറിയ ബബിൾസ് വന്നു തുടങ്ങും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ട ഭാഗം കൂടി 1-2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ പാൻകേക്സും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ പാൻകേക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഹണി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹണി പാൻകേക്ക് അല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഹണിയും കൂടി മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഹണി കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ഈ ഒരു പാൻകേക്ക് ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പലതരം വെറൈറ്റി പാൻകേക്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹണി പാൻകേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.